ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ചെടിച്ചട്ടിക്ക് പെയിൻ്റ് അടിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പെയിൻ്റാണിത്. ഇതാണ് പെയിൻറ്റ്. അപ്പോൾ ഇത് ഞാൻ മെല്ലനെ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇത് തുറക്കാൻ ഭയങ്കര പാടായിരുന്നു. സാവധാനം ഒന്ന് തുറന്നിട്ടുണ്ട്. ഇതാണ് കളറ്, കണ്ടല്ലോ. അപ്പോൾ നമുക്കിത് നല്ലവണ്ണം അളക്കുക. ഇളക്കിയതിന് ശേഷം ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ വെക്കുക. എന്നിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയിൽ ഇളക്കുക. ഇതുകൂടി അടച്ചു വെക്കുക. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ എടുത്താൽ മതി. ഇതിൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല വൃത്തിയിൽ ഇളക്കി വെക്കുക. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചട്ടിക്കടിച്ചാൽ ഒരു രസവും ഉണ്ടാവില്ല കാണാൻ. ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഏകദേശം ഒന്ന് ഇതാ കലക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ബ്രഷ് എടുത്തുകൊണ്ടിരിക്കാം. ഇതാണ് ആ ബ്രഷ്, ഞാൻ ചട്ടിക്ക് പെയിൻ്റ് അടിക്കാനുള്ള ബ്രഷ്. അപ്പോൾ ഇതിനെ കൊണ്ടൊന്ന് നോക്കട്ടെ, എല്ലാം ഇളക്കിയിട്ട് പാകത്തിനാണോ. എന്നിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിനെ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാകത്തിനാണോ ഇല്ലയെന്ന്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ചെടിച്ചട്ടി എടുത്തിട്ട് നോക്കാം. ഇതാണ് ചെടിച്ചട്ടി ഞാൻ എടുക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഈ ചെടിച്ചട്ടിക്കാണ് ഞാനിപ്പോൾ അടിക്കാൻ നോക്കുന്നത്. കാണുന്നുണ്ടല്ലോ ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇല്ല, വെള്ളം കൂടുതലില്ല, പാകത്തിന് തന്നെ ഉള്ളു. അപ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ അടിച്ചെടുക്കും. വിരിച്ചിട്ട് വേണം നമുക്ക് മൊത്തത്തിലടിക്കാൻ. ഇല്ലെങ്കിൽ പിന്നെ എല്ലാ സ്ഥലത്തും ആവില്ല, അടിക്കാൻ പറ്റില്ല. അടിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറേശ്ശെ കൈക്കെല്ലാം പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ കഴുകിയാൽ പോകുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. കഴുകിക്കഴിഞ്ഞാൽ കൈക്ക് അങ്ങനെ പിടിച്ച് നിൽക്കില്ല, ഏതായാലും പോയിക്കോളും.
ഏകദേശം നല്ല ഇതായിട്ട് ഇനി മേലെ ഉണ്ട് അടിച്ചു കൊടുക്കാൻ. അപ്പോൾ അതും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ ചട്ടി ഫിനിഷായി. വിട്ടുപോയിട്ടുണ്ടോ നോക്കിയിട്ടൊന്നും കൂടി ടച്ചപ്പ് ചെയ്യണം. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചട്ടി ഫിനിഷായി. ഫിനിഷായിട്ടുണ്ട്. ഇനി എവിടെയൊന്നും ഒഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാ സ്ഥലത്തും നല്ല അടിപൊളിയായിട്ട് പെയിൻ്റ് എത്തിയെന്ന് വിചാരിക്കുന്നു. ഒരു ചട്ടിക്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഏകദേശം നല്ല കണ്ടീഷനായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത ചട്ടി എടുക്കാം. അടുത്ത ചട്ടി എടുത്ത് വെച്ച് അപ്പം ഇനി ഈ ചട്ടിക്കും കൂടി അടിച്ചു കൊടുക്കാം. ആദ്യം വൈറ്റ് സിമെൻ്റ് അടിച്ച് എന്നിട്ടാണ് അടിക്കൽ. വൈറ്റ് സിമെൻ്റ് തീർന്നു പോയി. അപ്പോൾ കുറച്ച് ചട്ടികൾക്ക് വൈറ്റ് സിമെൻ്റ് അടിച്ചത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ പെയിൻറ്റ് തന്നെ അടിക്കുന്നത്. പിന്നെ ഞാൻ വൈറ്റ് സിമെൻ്റ് ഒന്നും വാങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ ഇനി ഇത് തന്നെ അടിക്കാമെന്ന് വിചാരിച്ച് ഈ പെയിൻറ്റ് തന്നെ നമുക്കടിച്ച് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചു. പെയിൻ്റെല്ലാം അടിച്ച ചട്ടി കാണാൻ നല്ല ഭംഗിയല്ലേ? നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ചെടികളും കൂടിയാണെങ്കിൽ പിന്നെ പറയാനില്ല. ഇനിയുണ്ട് കുറേ ചട്ടി അടിക്കാൻ. ഓരോ ദിവസം കുറേശ്ശെ അടിച്ചടിച്ച് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഒരുപാടൊന്നും ഒരു ദിവസം അടിക്കാൻ പറ്റില്ല. കുറേശ്ശെ നമുക്കടിച്ച് അങ്ങനെ ആക്കാം. ഒരടിക്ക് ഒരുപാടെല്ലാം അടിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. കുറേശ്ശെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം അടിക്കാനുണ്ടാവും. എല്ലാ ചട്ടിക്കും മൺചട്ടിക്കും അടിക്കണം. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ ചട്ടിയാണ്. അപ്പോൾ ഇതിനും അടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കാണാനുണ്ട്. നല്ല നല്ല ചെടികളും ആണെങ്കിൽ ചട്ടികൾ നിരത്തി വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ ഗൈസ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഈ ചട്ടിക്കും കൂടി അടിച്ചത് കുറച്ചുകൂടി ഉള്ളു. പിന്നെ അതിൻ്റെ വക്കും കൂടി അടിച്ചാൽ ഇതും ക്ലിയറായി ആണല്ലോ. അപ്പോൾ വക്കിനും കൂടി അങ്ങ് അടിച്ചു കൊടുക്കാം. വക്കിനും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ക്ലിയറായല്ലോ നമ്മൾ ചെയ്ത പരിപാടി.
അല്പം കൂടി അടിച്ചു. ഇലകളെ നിങ്ങളെല്ലാം ചുവപ്പായി പോകും. ഇലകളെ നിങ്ങളൊക്കെ കുറച്ച് മാറി നിൽക്കൂ. ഞാനിതൊന്ന് അടിച്ച് തീർത്തോട്ടെ. അപ്പോൾ എല്ലാം മായി എന്നാ തോന്നുന്നു. നല്ല അടിപൊളി ഫിനിഷായി. എവിടെയും വിട്ടുപോയിട്ടില്ലല്ലോ. വിട്ട ഭാഗം പൂരിപ്പിക്കാനുണ്ടോ? ഇല്ല ഗൈസ്, ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചട്ടിയും അടിക്കുന്ന കാണിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ കുറച്ച് ചട്ടി അടിച്ചത് നിങ്ങൾക്ക് പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ചട്ടികൾ കണ്ടല്ലോ, ഞാൻ 2 ചട്ടിയാണ് ഇപ്പം അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബായ്.